ഈ ആരോപണങ്ങൾ ഉയരുന്നത് ഒറ്റ ദിവസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇതുവരെ വന്ന വസ്തുതകൾ അല്ലെങ്കിൽ ഇതുവരെ വന്ന വിവരങ്ങൾ എന്താണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കൊന്ന് തിരിഞ്ഞു നടക്കണം. 2023 മെയ് 22 അതാണ് ഇപ്പോൾ ADGP നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന തീയതി. 2023 മെയ് 22 പാറമേക്കാവിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. RSS ക്യാമ്പിലേക്ക്, പാറമേക്കാവിലെ ക്യാമ്പിലേക്ക് ADGP MR അജിത് കുമാർ എത്തിയത് RSSന്റെ സർക്കാര്യവാഹ് ആ ക്യാമ്പിലുള്ളതിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ആരോപിക്കുന്ന രീതിയിൽ MR അജിത് കുമാറും ദത്താത്രേയ ഹൊസബളയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവിടെ നടന്നോ എന്നതാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യമായി നിൽക്കുന്നത്. ഈ ക്യാമ്പിലെത്തി കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് തൃശ്ശൂരിലെ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ 1 മണിക്കൂറോളം സമയം ആ കൂടിക്കാഴ്ചയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. ഇത് ഒരു ഹോട്ടലാണ്, ആ ഹോട്ടലിൽ വെച്ചാണ് താമസിച്ചത് എന്ന് പറയുന്നു. അവിടെ പക്ഷേ RSSന്റെ സർക്കാര്യവാഹ് താമസിച്ചിട്ടില്ല. അവിടേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തിയോ എന്നുള്ളതാണ് ഇനി പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ADGPയുടെ ഇതിലെ യാത്ര സംബന്ധിച്ചുള്ള കാര്യമാണ്. തൃശ്ശൂരിലെ ഹോട്ടലിൽ എത്തിയ ADGP സ്വകാര്യ വാഹനത്തിൽ, ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ADGP MR അജിത് കുമാർ സ്വകാര്യ വാഹനത്തിലെത്തിയത് ഔദ്യോഗിക വാഹനം കൊച്ചിയിൽ നിർത്തിയതിനു ശേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിന് തെളിവായി ചില CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള വാർത്തകളും വരികയാണ്. CCTV ദൃശ്യങ്ങളിൽ ഇക്കാര്യം തെളിവായുണ്ട്. താൻ ഇവിടേക്ക് പോയി എന്ന് ADGP മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നുള്ളതാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയെ ഇക്കാര്യം ADGP അറിയിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. സഹപാഠിയുടെ ക്ഷണം അനുസരിച്ചാണ് ADGP RSSന്റെ ക്യാമ്പിലേക്ക് പോയത് എന്നതാണ് ADGP MR അജിത് കുമാർ പറയുന്നത്. ഇനി ഇതിൽ പുറത്തു വന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് DGPക്കും ഇന്റലിജൻസ് മേധാവിക്കും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ആഭ്യന്തര വകുപ്പിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഈ 3 റിപ്പോർട്ടുകളിലെയും ഉള്ളടക്കം എന്താണ് എന്നതിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ ADGP MR അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നതാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യമായി പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. RSSന്റെ സർക്കാര്യവാഹ് തൃശ്ശൂരിലുണ്ടായിരുന്നു. ആ തൃശ്ശൂരിൽ അദ്ദേഹത്തെ കാണുന്നതിനായി ADGP MR അജിത് കുമാർ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ക്ഷണം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ, സഹപാഠിക്കൊപ്പം പോയതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് ADGP MR അജിത് കുമാറാണ്. ഈ കൂടിക്കാഴ്ചയും തൃശ്ശൂർ പൂരം കലക്കലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നതും ഇവിടെ പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യമായി നിൽക്കുകയാണ്. അതായത് തൃശ്ശൂർ പൂരം 2024 നടക്കുന്നതിന് 1 വർഷം മുൻപ് നടന്ന കൂടിക്കാഴ്ചയിൽ പൂരവുമായി എങ്ങനെ ബന്ധം വരുമെന്ന മറുചോദ്യം മറുഭാഗത്ത് BJPയും ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ സജീവമായ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള മറുപടി വളരെ നിർണായകമായി മാറുന്നു. പ്രത്യേകിച്ചും CPI ഇങ്ങനെയൊരു ആരോപണത്തിൽ നിൽക്കുന്നു. അതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ